യൂറോ കപ്പും കോപ്പ അമേരിക്കയും സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. യൂറോയിൽ ഫ്രാൻസും സ്പെയിനും ഇംഗ്ലണ്ടും നെതർലൻഡ്സും ഉറപ്പിച്ചപ്പോൾ കോപ്പ അമേരിക്കയിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും കരുത്തരായ യുറുഗ്വായും കൊളംബിയയും കാനഡയും അവസാന നാലിലെത്തി. ഇനി കലാശപ്പോരിലേക്ക് ആര്? ഫൈനലിന് മുൻപുള്ള വമ്പൻ പോരാട്ടങ്ങളാണ് ക്വാർട്ടർ മുതൽ യൂറോയിൽ കാണുന്നത്. 2016 ചാമ്പ്യന്മാരായ പോർച്ചുഗലിനെ വീഴ്ത്തിയാണ് അന്നത്തെ റണ്ണറപ്പുകളായ ഫ്രാൻസ് ഇത്തവണ സെമിയിലെത്തിയത്. 2008 ഫൈനലിന്റെ ആവർത്തനമായി ഇത്തവണ സ്പെയിനും ജർമ്മനിയും ക്വാർട്ടറിൽ ഏറ്റുമുട്ടി. ഇത്തവണയും ജയിച്ചത് സ്പെയിൻ. പതിവ് പോലെ കളത്തിൽ നിരാശപ്പെടുത്തുന്ന പ്രകടനമെങ്കിലും ഇംഗ്ലണ്ടിന്റെ സൂപ്പർ താരങ്ങൾ തുടർച്ചയായ രണ്ടാം യൂറോയിലും സെമി ഉറപ്പിച്ചു. നെതർലൻഡ്സ് കൂടി അവസാന നാലിലെത്തിയതോടെ സെമിയിലും ആവേശപ്പോര് കാണാം. ഇത്തവണത്തെ യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും സെമിയിലെത്തിയ 4ൽ 3 ടീമുകളും ഒരിക്കലെങ്കിലും ചാമ്പ്യന്മാരായവരാണ്. യൂറോ കപ്പിൽ 3 തവണ ചാമ്പ്യന്മാരായ ചരിത്രമുണ്ട് സ്പെയിനിന്. 1964, 2008, 2012 വർഷങ്ങളിലാണ് സ്പെയിൻ കിരീടം നേടിയത്. 1984ലും 2000ലും യൂറോ ചാമ്പ്യന്മാരാണ് ഫ്രാൻസ്. 1988 നെതർലൻഡ്സ് ആയിരുന്നു ചാമ്പ്യന്മാർ. ഫുട്ബോളിന്റെ ഈറ്റില്ലം അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഇന്നും ഇംഗ്ലണ്ടിന് കിട്ടാക്കനിയാണ് യൂറോ കപ്പ്. കോപ്പ അമേരിക്കയിൽ ഇത്തവണ സെമിയിലെത്തിയ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയും യുറുഗ്വായും 15 വീതം കിരീടങ്ങൾ നേടിയ ടീമുകളാണ്. ഇത്തവണ ഇവരിൽ ആരെങ്കിലും കിരീടത്തിലെത്തിയാൽ റെക്കോർഡും സ്വന്തം. 2001 കിരീടം നേടിയ ചരിത്രം പറയാനുണ്ട് കൊളംബിയയ്ക്ക്. വടക്കേ അമേരിക്കയിൽ നിന്നുള്ള കാനഡയാകട്ടെ ആദ്യമായി കോപ്പ അമേരിക്കയ്ക്ക് എത്തിയപ്പോൾ തന്നെ സെമി ഉറപ്പിച്ച ആവേശത്തിലാണ്. പെനാൽറ്റി ഷൂട്ടൌട്ടുകളുടെ നോക്കൌട്ടായിരുന്നു ഇത്തവണ യൂറോ കപ്പിലും കോപ്പ അമേരിക്കയിലും. ഇത്തവണ യൂറോയിലും കോപ്പ അമേരിക്കയിലും സെമി ഉറപ്പിച്ച 8ൽ 5 ടീമുകളും നോക്കൌട്ടിൽ പെനാൽറ്റി ഷൂട്ടൌട്ട് മറികടന്നിട്ടുണ്ടെന്നതും ശ്രദ്ധേയം. യൂറോ ക്വാർട്ടറിൽ ഫ്രാൻസ് പോർച്ചുഗലിനെ മറികടന്നത് പെനാൽറ്റിയിലാണ്. ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെയും പെനാൽറ്റി ഷൂട്ടൌട്ടിലാണ് തോൽപ്പിച്ചത്. കോപ്പ അമേരിക്കയിലാകട്ടെ കൊളംബിയ ഒഴികെ 3 ടീമും സെമിയിലെത്തിയത് പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ. ക്വാർട്ടറിൽ അർജന്റീന ഇക്വഡോറിനെയും കാനഡ വെനസ്വേലയെയും യുറുഗ്വായ് ബ്രസീലിനെയും തോൽപ്പിച്ചത് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ. യൂറോ കപ്പും കോപ്പ അമേരിക്കയും ഒരേ ദിവസം ഫൈനലിലെത്തുന്നു എന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. ജൂലൈ 15 ചാമ്പ്യന്മാർ യൂറോ കപ്പും കോപ്പ അമേരിക്ക കിരീടവും സ്വന്തമാക്കുമ്പോൾ വൻകര പോരായ ഫിനലിസിമയിൽ ആരൊക്കെ ഏറ്റുമുട്ടും എന്നതുകൂടിയാണ് വ്യക്തമാവുക.